ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. അതിലോടുപരി തന്നെ ഒത്തിരി ആശങ്കയോടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വിഷ്വൽ മുഴുവനായിട്ട് കാണുക. ഇത് കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്തുവള്ളങ്ങൾ തീരക്കടലിൽ കരക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് ചില വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പൊന്തുവള്ളങ്ങൾ നിരോധിക്കാൻ പോകുന്നു, ഇത് സേഫ് അല്ല, ഇതിന് കുറച്ച് എന്തൊക്കെയോ കാരണങ്ങൾ അവർ ഇങ്ങനെ നിരത്തി പറയുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അവർ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു, കളക്ട്രേറ്റിലും മറ്റുള്ള സ്ഥലത്തും തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു. പത്രമാധ്യമങ്ങളിലൂടെ അതിനെക്കുറിച്ച് വാർത്തകൾ വരുന്നു. ഇത് നിരോധിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മളിതിലൂടെ ഒരുപാട് ആശങ്കകളാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ. കാരണം ഞങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട കാരണമെന്ന് പറയുന്നത്, ഈ ഒരു തൊഴിൽ ഞങ്ങളുടെ തീരത്ത് വന്നതിൽ പിന്നെയാണ് ഞങ്ങളുടെ വീടുകളൊന്നും മെച്ചപ്പെട്ടു തുടങ്ങിയത്, ഞങ്ങൾ അല്ലലില്ലാതെ ജീവിക്കാൻ തുടങ്ങിയത്, ഞങ്ങൾക്ക് അത്യാവശ്യം മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം ഞങ്ങൾക്ക് ഇണക്കിയെടുക്കാൻ പറ്റിയത്. ഈ ഒരു തൊഴിൽ അത്രയേറെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചൊരു തൊഴിലാണ് ഇത്. ഇപ്പോഴും എൻ്റെ അച്ഛൻ ഉൾപ്പെടുന്ന ആൾക്കാർ ഈ തൊഴിലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ഒരു തൊഴിൽ കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്, മണ്ണെണ്ണ അതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ വില കൊടുത്ത് മേടിക്കേണ്ട. നമ്മൾക്കുള്ള ആരോഗ്യങ്ങൾ വെച്ച് നമ്മൾ തുഴഞ്ഞ് മുന്നോട്ട് പോയി നമ്മൾ വല നീട്ടി മീൻ പിടിച്ചു നമ്മൾ കരയിൽ വരുന്നു. അത് നമ്മളെ സഹായിക്കാൻ ഒന്നോ രണ്ടോ വ്യക്തികൾ വേറെ ഉണ്ടാകും. അപ്പം നമ്മളത് അഴിച്ചു കൊടുത്ത് കിട്ടുന്ന കാശ് നമ്മളത് അതിൻ്റെ ഉചിതമായ രീതിയിൽ വീതിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ പോകുന്നു. അങ്ങനെ നമുക്ക് ചിലവുകളില്ല. അഥവാ നമ്മൾ തുഴഞ്ഞു പോയാലും നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് കടമില്ല. നമുക്ക് അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട് ഈ ഒരു തൊഴിലുകൊണ്ട്. അപ്പോൾ ഈ ഒരു തൊഴിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ തീരദേശം മൊത്തം ഒന്ന് മെച്ചപ്പെട്ടു വന്നു. നമുക്ക് അത്യാവശ്യം നല്ലൊരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത് നിരോധിക്കുക എന്നുള്ള എന്തൊക്കെയോ നിഗൂഢമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ നിഗമനത്തിലാണിത് നിരോധിക്കാൻ ഉദ്യോഗസ്ഥ തലങ്ങൾ ചർച്ചയിട്ട് ചെയ്തു പോകുന്നതെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ആർക്കും ഞങ്ങളൊരു ഉപദ്രവം ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ ഒരു തൊഴിലുമായി തീരക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി വീട് നോക്കുന്ന പാവം പിടിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഞങ്ങൾ. ഞങ്ങളെ ദയവ് ചെയ്ത് ഞങ്ങളെ പട്ടിണിയിലാക്കുന്ന നീക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഇത് കാണുന്ന ഇത് കേൾക്കുന്ന ഓരോ ജനവും ഞങ്ങളോട് എന്തെങ്കിലും ദയവ് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓരോ സപ്പോർട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ ഓരോ കമൻ്റായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. നിങ്ങളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്, നിങ്ങൾ അറിയിക്കണം. ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണം. ഞങ്ങളെ പട്ടിണിയിലാക്കുന്ന ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിലെ നീക്കത്തിലോട് ആരും സഹകരിക്കരുത്. പക്ഷേ ഞങ്ങൾ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകും. കാര്യം ഞങ്ങളെ പട്ടിണിയിലാക്കുന്ന തീരുമാനമായി ഉദ്യോഗസ്ഥ തലങ്ങൾ നീങ്ങുമ്പോൾ ശക്തമായ പ്രതിഷേധമായി ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഒരുമിച്ച് മുന്നോട്ട് വരും. കാര്യം ഇത് ഞങ്ങളുടെ ജീവിതമാണ്. ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു തീരുമാനത്തിലേക്കും പോകാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. കാര്യം ഇത് ആർക്കും ഉപദ്രവമുള്ളൊരു തൊഴിലല്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല. കടലിലൊരു നാശവും ഈ ഒരു തൊഴിൽ കൊണ്ടുണ്ടാകുന്നില്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണ പാവങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ജീവിതമാർഗം മാത്രമാണിത്. ഇതാർക്കും ഉപദ്രവമില്ലാത്തൊരു സാധനമാണ്. പിന്നെ എന്തിനിത് നിങ്ങളിങ്ങനെ നിരോധിക്കാൻ ഇത്ര ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു? ദയവ് ചെയ്ത് അത് നിർത്തലാക്കുക. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആരും എത്താനും ശ്രമിക്കേണ്ട. വെറുതെ ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്കോ ശക്തമായ ഒരു സമരങ്ങളിലേക്കോ ദയവ് ചെയ്ത് എത്തിക്കരുത്. മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ ആർക്കും ഉപദ്രവമില്ലാതെ കടപ്പുറത്ത് തീരത്ത് ഞങ്ങൾ ഒതുങ്ങി ജീവിക്കുന്നവരാണ്. ഞങ്ങളെ ദയവ് ചെയ്ത് സമരങ്ങളിലേക്ക് മുന്നോട്ടെത്തിക്കരുത്. ഞങ്ങളെ പ്രതിഷേധങ്ങൾ ചെയ്യാൻ നിങ്ങളെന്താ പ്രലോഭിപ്പിക്കരുത്. ഞങ്ങളെ റോഡിലോട്ടോ അങ്ങനെ കിഴക്കോട്ടോ ഓരോ ഉദ്യോഗസ്ഥ സ്ഥാപനങ്ങളുടെ മുമ്പിലോ പ്രതിഷേധമായി ഞങ്ങളെ എത്തിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു തൊഴിലുമായി മത്സ്യങ്ങൾ പിടിച്ച് വിറ്റ് ഞങ്ങളുടെ ഉപജീവന മാർഗം ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങൾ അല്ലല്ലാതെ ഒന്ന് ജീവിച്ചോട്ടെ. എന്തിന് ഞങ്ങളെ ഉപദ്രവിക്കുന്നു? ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവത്തിന് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ദയവ് ചെയ്ത് ഇത് മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥർ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഒന്ന് പുറകോട്ട് വരാൻ അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണ്ട. ഞങ്ങളതേ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അഴിക്കുവാണ്. 4-5 പേരുണ്ട്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്.